കാലത്ത് സൗഹൃദം പുലർത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം ആളുകളുടെയും ഉത്തരം സാമൂഹ്യ മാധ്യമങ്ങളായിരിക്കും. എന്നാൽ കുറച്ച് ആളുകൾ ഊഞ്ഞാലൊക്കെ കെട്ടി ഒത്തുകൂടുന്ന ഒരു സ്ഥലം നമ്മുടെ അർത്തുങ്കലുണ്ട്. നമുക്ക് നോക്കാം. പഴയ സൗഹൃദങ്ങൾ സംരക്ഷിക്കുവാനും കുട്ടികൾക്ക് കളിക്കുവാനും വേണ്ടിയാണ് ഊഞ്ഞാലുകളും ഇരിപ്പിടങ്ങളും ഒരുക്കിയത്. ക്രമേണ വഴിയാത്രക്കാരും നാട്ടുകാരും വിശ്രമിക്കുവാനും കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കുവാനും എത്തിത്തുടങ്ങി. സൗഹൃദത്തിനായിട്ടാണ് ഞങ്ങൾ ആദ്യം ഇവിടെ ഒരു ചെറിയൊരു ടീം പോലെ ഉണ്ടാക്കി, ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ മുന്നോട്ട് പോകാമായിരുന്നു. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഒന്ന് രണ്ട് ഊഞ്ഞാൽ കെട്ടണമെന്ന് തോന്നി, കയറിയവർക്കൊക്കെ മിച്ചം വന്നു. അങ്ങനെ കെട്ടി കഴിഞ്ഞപ്പോൾ കുട്ടികൾ വരാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ കൂടുതലായിട്ട് ഇങ്ങനെ ഊഞ്ഞാൽ കെട്ടി. പിന്നെ ഞങ്ങൾ ചെറിയ ചെറിയ പ്രോഗ്രാമുകളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇവിടെ ഞങ്ങളുടെ ക്രിസ്മസ് പ്രോഗ്രാം, ഓണത്തിനൊക്കെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ ഇവിടെ തന്നെ ഞങ്ങൾ കഞ്ഞി വെച്ച് കൊടുക്കുക. വല്ല പ്രോഗ്രാം ഉണ്ട്, മലയാറ്റൂർ തീർത്ഥാടകർക്കൊക്കെ ഞങ്ങൾ കാപ്പി ഉണ്ടാക്കി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ സ്വയം സേവമായിട്ട് ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഞങ്ങൾ തന്നെ കയ്യിൽ നിന്ന് കാശെടുത്തിട്ട് ചെയ്യുന്നു. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയൊന്നും കാണാറില്ലല്ലോ, ഇതുപോലെയൊക്കെ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ട്. എല്ലാവരും സോഷ്യൽ മീഡിയാസ് ആണല്ലോ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്കൊരു ഒപ്പീനിയൻ? ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോഴേക്കും ഇത് സംഭവം എന്ന് പറയുമ്പോഴേക്കും ഇപ്പോൾ വിവാഹം കഴിച്ച് പോകുന്നില്ല. ഞങ്ങളെ കൂട്ടുകാർ തന്നെ ഇഷ്ടംപോലെ പേരുണ്ടായിരുന്നു മുമ്പെന്ന് പറഞ്ഞാൽ 10-60 കൂട്ടുകാരായിട്ടാണ് ഞങ്ങൾ നടക്കുന്നത്. വിവാഹത്തിന് ശേഷം എന്ന് പറയുമ്പോൾ അവർ വീടുകളിൽ തന്നെ ഒതുക്കാൻ തുടങ്ങി. അപ്പോൾ അവർ എല്ലാവരും ഇപ്പോൾ വരാനും പിടിക്കാനൊക്കെ തുടങ്ങി. അതായത് ഇരിക്കാനൊരു കുട്ടികൾ സ്ഥലം എല്ലാവരും ഇവിടെ വരാൻ തുടങ്ങി. കുട്ടികളാടുന്ന അതിൻ്റെ ഒരു കാഴ്ച കാണാനായിട്ട് വരുമ്പോൾ അങ്ങനെ വന്നു ഒരു മനോരഞ്ജനായി. സ്കൂളിൽ പോകുന്നതിന് മുൻപും തിരികെ വരുമ്പോഴും കുട്ടികൾക്ക് ഒരു വിനോദം കൂടിയാണ് ഇവിടം. ഇപ്പോൾ പൊതുവേ എല്ലാ കുട്ടികൾ രാവിലെ സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്ന യാന്ത്രികമായ ഒരു ജീവിതമാണ് അവരുടേത്. പക്ഷേ അതിനിടയിൽ ഇവരൊരുങ്ങി ഇവിടെ കുറച്ച് സമയം വന്നിരിക്കുമ്പോൾ നമ്മൾ പണ്ട് എല്ലാ വീടുകളിലുമൊക്കെ ഊഞ്ഞാലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഊഞ്ഞാലാട്ടോ അങ്ങനെ കളികളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അവരിവിടെ വന്ന് കുറച്ച് ഊഞ്ഞാലാടുകയും മറ്റു കുട്ടികളുമായിട്ട് കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്കത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ജോലി കഴിഞ്ഞെത്തുന്നവർ, നാട്ടുകാർ, കുട്ടികൾ ഉൾപ്പെടെ പ്രായഭേദങ്ങളില്ലാതെ നിരവധി ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. അങ്ങനെ ഒരു കൂട്ടായ്മ തന്നെയുണ്ടായി. അതിന് തണൽ എന്ന നാമവും നൽകി. ഇതുപോലെയുള്ള കൂട്ടായ്മകൾ എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ക്യാമറമാൻ ജിത്തുവിനോടൊപ്പം ഗൗരി നന്ദന, KMCN ന്യൂസ്.